പരിഷ്കരണം ഏർപ്പെടുത്തിയതിനു ശേഷം ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ടാകുമോ കുറഞ്ഞിട്ടുണ്ടാകുമോ? സ്വാഭാവികമായും കുറയാനാണ് സാധ്യതയല്ലേ? സാധാരണഗതിയിൽ 70% വിജയശതമാനം പരിഷ്കരണത്തിന് ശേഷം എത്രയായെന്നറിയാമോ? 40% എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പരിഷ്കരണത്തിന് മുമ്പ് ജയിച്ചിരുന്ന 30% ആളുകളും പരിഷ്കരണത്തിന് ശേഷം ജയിക്കുന്നില്ല. വിജയശതമാനത്തിലെ ഈ കുറവ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ നെഞ്ചെടുപ്പേറ്റിയിട്ടുണ്ട്. കണ്ടുവരാം. ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിനെത്തുന്നവർ പഠിച്ചു പാസ്സായാൽ മതിയെന്നാണ് ഗതാഗത മന്ത്രിയുടെ നിലപാട്. അതുകൊണ്ടാണ് കടുത്ത പരിഷ്കരണങ്ങൾ ഉൾപ്പെടുത്തിയതും. അങ്ങനെ എല്ലാവരും ലൈസൻസ് വാങ്ങി പോകേണ്ടെന്ന മന്ത്രിയുടെ നിലപാട് ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഭേദഗതികളോടെ ടെസ്റ്റ് നടപ്പാക്കി 2 ആഴ്ച പിന്നിടുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിനായി എത്തിയ പലർക്കും നിരാശയോടെ മടങ്ങേണ്ട സാഹചര്യമാണ്. ഈ മാസം 25-ാം തീയതി 18 കേന്ദ്രങ്ങളിൽ നടന്ന ടെസ്റ്റിൽ പങ്കെടുത്തത് 986 പേർ. പാസ്സായതാകട്ടെ 577 പേരും. 1978 പേരാണ് 27-ാം തീയതി നടന്ന ടെസ്റ്റിൽ പങ്കെടുത്തത്. ഗ്രീൻ സിഗ്നൽ ലഭിച്ചത് വെറും 954 പേർക്ക്. 28-ാം തീയതി നടന്ന ടെസ്റ്റിൽ 2370 പേർ പങ്കെടുത്തെങ്കിലും കടമ്പ കടന്ന് ലൈസൻസ് ലഭിച്ചത് വെറും 1145 പേർക്ക് മാത്രം. അങ്ങനെ 2 ആഴ്ചത്തെ കണക്കുകൾ പരിശോധിച്ചാൽ വിജയശതമാനം 40-ൽ താഴെയാണ്. 70%-ലകം വിജയമുണ്ടായിരുന്നിടത്ത് നിന്നാണ് ഈ ഇടിവ്. സമരത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കും ആശങ്കയുണ്ട്. ഗതാഗത മന്ത്രിയുടെ കടുംപിടുത്തം മൂലം ഡ്രൈവിംഗ് പഠിക്കാനെത്തുന്നവരുടെ എണ്ണത്തിലും കുറവുണ്ടെന്നാണ് ആക്ഷേപം. തികച്ചും നല്ല ആശങ്കയുണ്ട്. എന്ന് വെച്ചാൽ ഇത് എങ്ങനെ തീരുമെന്നുള്ള കാര്യമില്ല. പക്ഷേ നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഡേറ്റ് കിട്ടുന്നില്ല. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഫെയിൽഡ് ഡേറ്റ് കിട്ടുന്നില്ല. ഇപ്പോൾ തന്നെ അഡീഷണൽ ഡേറ്റ് ഓഫ് ക്ലാസിൻ്റെ റേറ്റ് ഇപ്പോൾ ഇന്നലെ ഞാൻ കൂട്ടി ഫീസ് വീണ്ടും 500 വീണ്ടും വർദ്ധിപ്പിച്ചു. ഇപ്പോൾ ടെസ്റ്റ് ഡേറ്റ് കിട്ടാതിരിക്കുകയും നമുക്ക് ഗവൺമെൻറ്റിൻ്റെ സ്ലോട്ട് അല്ലെങ്കിൽ സൈറ്റ് കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ ആപ്ലിക്കൻ്റ് നമ്മളുമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വാറിൻ്റെ ഒരു മുഖത്തോട്ട് പോകേണ്ടി വരും. പരിഷ്കാരം നടപ്പാക്കുന്നതിലൂടെ റോഡ് അപകടങ്ങൾ കുറയുമെന്നും ഡ്രൈവിംഗ് സംസ്കാരം വർദ്ധിക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നത്. മന്ത്രിയുടെ തീരുമാനം കൊണ്ട് ഭാവിയിൽ ഗുണമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥരും. റിപ്പോർട്ടർ, തിരുവനന്തപുരം. അഷിൻ ഡിയാഗോ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഷിൻ ഡിയാഗോ, ശരിക്കും പറഞ്ഞാൽ 8ന്റെ പണി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. 8ഉം 8ഉം ഒക്കെ എടുത്തുകൊണ്ടിരുന്ന ഈ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ചു വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരിഷ്കരണം അവർക്കൊരു പണിയായി മാറുന്നു. പക്ഷേ അത് നല്ലതിനാണ് എന്നുള്ളത് കൊണ്ട് നമ്മളൊക്കെ അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു. വിജയശതമാനത്തിലൊരു വലിയ ഇടിവ് സംഭവിച്ചത് എങ്ങനെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ കാണുന്നത്? അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ഈ ഒരു വിജയശതമാനം കുറഞ്ഞത് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് തികച്ചും ആശങ്കാവഹമാണ്. കാരണം ഇവരുടെ കുട്ടികൾ ഇപ്പോൾ 20 മുതൽ 40 കുട്ടികൾ വരെയൊക്കെയാണ് ഒരു ദിവസം ടെസ്റ്റിന് വേണ്ടി എത്തുക. അപ്പോൾ ഈ കുട്ടികളിൽ വെറും 10-15 പേർ മാത്രമാണ് ഒരിടത്തുനിന്ന് മാത്രം വിജയിക്കുന്നത്. ഇത് വലിയ ആശങ്കയാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ മാസം 15-നാണ് ഇത്തരത്തിൽ ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സമരം അവസാനിപ്പിച്ച് ഈ ഒരു ടെസ്റ്റ് ബഹിഷ്കരണമൊക്കെ മാറ്റി വീണ്ടും ഈ ടെസ്റ്റ് നടത്താൻ അവർ അംഗീകരിച്ചതും. ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ക്വാളിറ്റി വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ലൈസൻസ് ക്വാളിറ്റി വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മന്ത്രി ഈ ഒരു നിർദ്ദേശം വെക്കുന്നതും. പിന്നീട് അത് വലിയ സമരങ്ങളിലേക്ക് കടക്കുന്നു. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ വലിയൊരു പ്രക്ഷോഭം, അങ്ങനെ ഈ ടെസ്റ്റുകൾ മുടങ്ങുന്നു. അങ്ങനെ വലിയൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയതിനു ശേഷമാണ് ഈ ഒരു കണക്കുകൾ പുറത്തു വരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ 2 ആഴ്ചത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഈ 18 കേന്ദ്രങ്ങളിലായി നടത്തിയിട്ടുള്ള ടെസ്റ്റുകളിൽ 70% ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന വിജയശതമാനം. അത് നേരെ പകുതിയിലേക്ക് കുറഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 30% അല്ലെങ്കിൽ 40% മാത്രമാണ് ഇപ്പോഴത്തെ വിജയശതമാനം. ബാക്കി 60%-ഓളം പേരുകൾ പരാജയപ്പെടുന്നു എന്നുള്ളത് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ സംബന്ധിച്ച് ആശങ്കാവഹമാണ്. കാരണം ഇവരുടെ കുട്ടികൾക്ക് മനഃപൂർവ്വം MVD ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ അവരുടെ കടുംപിടുത്തം മൂലമാണ് കുട്ടികൾ പരാജയപ്പെടുന്ന ഒരു ആക്ഷേപവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് ഒരു നല്ല മാറ്റമായി തന്നെ കാണണം. കാരണം റോഡുകളിൽ അപകടങ്ങൾ കുറയും, റോഡ് സംസ്കാരം മെച്ചപ്പെടും, ഇത് ഭാവിയിൽ ഗുണം ചെയ്യും എന്നൊക്കെ തന്നെയാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ ഇവർ പറയുന്ന ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്ന മറ്റൊരു കാര്യം, ഈ ഡ്രൈവിംഗ് പഠിക്കാനെത്തുന്ന കുട്ടികൾ അവരുടെ എണ്ണത്തിൽ വലിയൊരു ഇടിവ് സംഭവിച്ചിരിക്കുന്നു. ഇവരുടെ വരുമാന മാർഗത്തിൽ ഇടിവ് സംഭവിച്ചിരിക്കുന്നു. മാത്രമല്ല, ഈ കുട്ടികൾ പലരും ഭയന്നാണ് ഈ ടെസ്റ്റിന് എത്തുന്നത്. കാരണം ആദ്യമായി വണ്ടി ഓടിക്കുന്ന കുട്ടികൾ ഉണ്ടാകാം. 18 വയസ്സ് തികഞ്ഞ ഉടനെ ലൈസൻസ് എടുക്കാൻ വരുന്ന കുട്ടികളൊക്കെയാണ്. അവർ ആദ്യമായൊക്കെ വണ്ടി ഓടിക്കുന്നവരാണ്. മാത്രമല്ല, ഇവർ വണ്ടി ഓടിച്ച് അങ്ങനെ കൈ തെളിഞ്ഞ ആളുകളുമല്ല. അപ്പോൾ ഇത്രയും വലിയ ടെസ്റ്റുകൾ നടത്തുമ്പോൾ, ഇത്രയും കഠിനമായി ടെസ്റ്റ് നടത്തുമ്പോൾ ഈ കുട്ടികൾ സ്വാഭാവികമായും ഭയക്കും. മാത്രമല്ല, ഇത്രയും ആളുകൾ, MVD ഉദ്യോഗസ്ഥർ, ക്യാമറകൾ, അങ്ങനെ ഇതെല്ലാം കാണുമ്പോൾ കുട്ടികൾ ഭയക്കുന്നു. അതുകൊണ്ടാണ് ഇവർ ഈ ടെസ്റ്റുകൾ പരാജയപ്പെടുന്നത് എന്നൊരു സാഹചര്യമുണ്ട്. ഇവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, 8ഉം 8ഉം എടുക്കാൻ എല്ലാവർക്കും കഴിയുന്നുണ്ട്. പക്ഷേ റോഡ് ടെസ്റ്റുകളിലാണ് ഈ കുട്ടികൾ ഏറ്റവും കൂടുതൽ പേർ പരാജയപ്പെടുന്നത് എന്നതാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നൽകുന്ന ആരോപിക്കുന്ന മറ്റൊരു ആരോപണം. മാത്രമല്ല, ഇവർ പറയുന്ന മറ്റൊന്ന്, ഈ സ്ലോട്ട് ഈ 40 കുട്ടികൾ, അതായത് ഒരു MVD ഉദ്യോഗസ്ഥൻ ഉള്ള കേന്ദ്രങ്ങളിൽ 40 പേർക്ക് ടെസ്റ്റ് നടത്താം.
2 പേരുണ്ടെങ്കിൽ അത് 80 വരെയാകാം എന്നുള്ളതാണ് മന്ത്രിയുടെ പുതിയ നിർദ്ദേശം. ഈ ഒരു നിർദ്ദേശത്തിൽ 40 കുട്ടികൾ മാത്രം ടെസ്റ്റിന് വരുമ്പോൾ അതിൽ 20 പേർ പുതിയതും 10 പേർ ഫെയിലും, ബാക്കിയുള്ളത് പുറത്തു പോകാൻ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ, ഇവർക്കൊക്കെയാണ്. അത്യാവശ്യമായി ഡ്രൈവിംഗ് ലൈസൻസ് വേണ്ട ആളുകളൊക്കെയാണ്. പക്ഷേ ഈ 20 പേർക്ക്, ഈ പുതിയ വരുന്ന 20 പേർ മാത്രമാണ് ടെസ്റ്റിന് എത്താൻ കഴിയുക. ഇത് സ്ലോട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. ഇവർക്ക് സ്ലോട്ടുകൾ ലഭിക്കുന്നില്ല. സ്ലോട്ട് ലഭിച്ചാൽ തന്നെ കുട്ടികൾക്ക് ടെസ്റ്റ് എത്തിയാൽ പരാജയപ്പെടുന്നു. അങ്ങനെ വലിയൊരു സ്ഥിതിവിശേഷമാണുള്ളത്. അശ്വിന് ലൈസൻസ് ഉണ്ടോ? എന്റെ എന്തോ ഭാഗ്യത്തിന് ഞാൻ ഈ പരിഷ്കരണത്തിന് മുന്നേ എടുത്തായിരുന്നു, 1 മാസം മുന്നേ. അപ്പോൾ ആ ലൈസൻസ് തൽക്കാലം കൈവച്ചാൽ മതി, വണ്ടി ഓടിക്കരുത്. ചുമ്മാ പറഞ്ഞതാ, വണ്ടിയൊക്കെ ഓടിച്ചോളൂ. അപ്പോൾ ഇനി ഒരു പക്ഷേ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഈ തമിഴ്നാട്ടിൽ പോയി കർണാടകയിലൊക്കെ പോയിട്ട് വളരെ എളുപ്പം ലൈസൻസ് എടുത്തുകൊണ്ട് വരുന്ന ചങ്ങാതിമാരെ കാണുമ്പം ആ ലൈസൻസ് കാണിക്കാനുള്ളതാണ്, ഓടിക്കാനുള്ളതല്ല എന്ന് പറയാറുണ്ട്. പക്ഷേ അശ്വിൻ വണ്ടി ഓടിക്കാൻ അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ സുരക്ഷിതമായി തന്നെ ഓടിക്കുമോ അശ്വിൻ? ഓക്കെ, താങ്ക് യു. അശ്വിൻ ഡിയാഗോയാണ് വാർത്ത നൽകിയത്. അശ്വിൻ നൽകിയ വാർത്തയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, പരിഷ്കരണത്തിന് ശേഷം പാസ്സാവുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട്. 30% ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. 70% വരെ പാസ്സായി പോയിരുന്നിടത്ത് ഇപ്പോൾ 40% പാസ്സാവുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ പരിഷ്കരണം വന്നാൽ വണ്ടി ഓടിക്കാൻ അറിയാവുന്നവനെ ലൈസൻസ് കിട്ടൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് സ്വാഭാവികമായും വരുന്ന ദിനങ്ങളിലും വർഷങ്ങളിലും കേരളത്തിൻ്റെ നിരത്തുകളിൽ പൊലിയുന്ന ജീവനുകൾക്ക് അതൊരു പരിഹാരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. വണ്ടി ഓടിക്കാൻ അറിയാവുന്നവർക്ക് മാത്രമേ വാഹനം കയ്യിൽ കൊടുക്കാൻ പാടുള്ളൂ, അവർക്ക് മാത്രമേ ലൈസൻസ് കൊടുക്കാൻ പാടുള്ളൂ എന്ന നിലപാട് തന്നെയാണ് നമുക്കുമുള്ളത്.